എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ അവസാനം ഹമാസിന് ഒരു ഉറച്ച തീരുമാനമെടുക്കേണ്ട സമയം സംജാതമായിരിക്കുകയാണ്. അറബ് രാജ്യങ്ങൾ തമ്മിൽ ഒന്നുചേർന്നെടുത്ത 20 നിർദ്ദേശങ്ങൾ എല്ലാവരും അംഗീകരിക്കുകയും ഇസ്രായേലും അതിന് ഏതാണ്ട് അംഗീകരിച്ച ഒരു നിലയിലുമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം എത്തി നിൽക്കുന്നത് ഹമാസിലാണ്. ഇനി ഹമാസ് തീരുമാനിക്കണം എന്താ വേണ്ടതെന്ന്. അതിലൂടെ ആയിരിക്കും ഇനിയുള്ള സമാധാന അന്തരീക്ഷവും യുദ്ധാന്തരീക്ഷത്തിൻ്റെ ഗതി നിശ്ചയിക്കാൻ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അറബ് രാജ്യങ്ങൾ ആൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇതിനെ അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇതിലുള്ള ചില രാജ്യങ്ങൾ ഹമാസിന് നല്ല രീതിയിലുള്ള സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. അതുതന്നെയായിരുന്നു ഇത്രയും പാലസ്തീൻ ജനതയ്ക്ക് ഇങ്ങനെയുള്ളൊരു ശോചനീയ അവസ്ഥ വരാൻ കാരണവും അതുതന്നെയായിരുന്നു. ഹമാസ് എന്നൊരു തീവ്രവാദി സംഘടന അവർ മതത്തിൻ്റെ പേരും പറഞ്ഞ് പാവങ്ങൾ പാലസ്തീൻകാരെ വഞ്ചിക്കുകയായിരുന്നു. എല്ലാത്തിനും അല്ലാഹു അക്ബർ എന്ന ഒരു പേരിൽ അവർ പലതും കാണിച്ചെങ്കിലും അത് യാഥാർത്ഥ്യമല്ലായിരുന്നു. ഒരു തീവ്രവാദിയും ഇന്ന് ലോകത്ത് അവർ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുത്തതായി ചരിത്രരേഖയിലില്ല. നമുക്ക് നോക്കാം. ഒസാമ ബിൻ ലാദൻ വലിയൊരു ധനിക കുടുംബത്തിൽ ജനിച്ച് ബൈ പ്രൊഫഷൻ അയാൾ എഞ്ചിനീയറായിരുന്നു. എങ്കിലും എന്തോ കാലം അദ്ദേഹത്തിൻ്റെ തീവ്രവാദത്തിലെ വാസനയായിരുന്നു കണ്ടെടുത്തത്. അങ്ങനെ അദ്ദേഹം ഒരു തീവ്രവാദിയായി അൽ ഖ്വയ്ദ എന്നുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് നേതൃത്വം നൽകി. അവസാനം പാകിസ്ഥാനിൽ അഭയം തേടി. അവസാനം പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ തന്നെ ഒറ്റുകൊടുത്തു. അമേരിക്ക ഭടന്മാർ അവർ താമസിച്ച കേന്ദ്രത്തിലെത്തി ഒസാമ ബിൻ ലാദനെ വധിച്ചു. എന്ത് നേടി ഒസാമ ബിൻ ലാദൻ? ഒന്നുമില്ല. മരിച്ചപ്പോൾ അൽ ഖ്വയ്ദ എന്നുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തുപോയി. ആരും ഒസാമ ബിൻ ലാദനെ നല്ലൊരു രീതിയിൽ കാണാൻ ശ്രമിക്കില്ല. കാരണം ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ഒസാമ ബിൻ ലാദൻ ഇവിടെ നിന്ന് യാത്രയായത്. ഇത് തന്നെയാണ് ഓരോ ഭീകരവാദികളുടെയും അന്ത്യം. അറബ് രാജ്യങ്ങൾക്ക് ജനറലി ഇസ്രായേൽ എന്ന രാജ്യത്തിനോട് വളരെയധികം ശത്രുതയുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള കാലങ്ങളും യാഥാർത്ഥ്യങ്ങളെ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പാലസ്തീനെ കുറിച്ച് തീവ്രവാദി സംഘടനകളോ വിചാരിച്ചാൽ അങ്ങനെ അവസാനിപ്പിക്കാമെന്നുള്ളതല്ല. ഇസ്രായേൽ എന്ന ഒരു രാജ്യം, ഇസ്രായേൽ ജനത അവർ അവരുടെ രാജ്യത്തിന് വേണ്ടി അവരെവിടെയാണോ ഒക്യുപ്പൈ ചെയ്യുക, അവരെവിടെയാണ് അവരുടെ രാജ്യമായി കണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി അവരുടെ അവസാന ജീവൻ വരെയും അതിനുവേണ്ടി അവർ പോരാടും. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും UN മീറ്റിങ്ങിലൂടെ അധിക്ഷേപിച്ച് ഇസ്രായേലിനെ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഇറങ്ങിപ്പോക്ക് വരെ നടത്തിയെങ്കിലും അവസാനം സമാധാനത്തിനെ എല്ലാവരും ചെന്ന് പര്യവസാനിക്കൂ. അതുകൊണ്ട് ഞാൻ അറബ് രാജ്യങ്ങളോടൊന്ന് പറയുകയും ഒപ്പം ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കഥയറിയാതെ ആട്ടം കാണുന്നവരോടും ഒന്ന് പറയുന്നു. സത്യം എന്നുള്ളത് അവസാനമേ തിരിച്ചറിയാൻ സാധിക്കൂ. നമ്മൾ കൊല്ലാക്കൊലകളും ഭീകരവാദവും കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും നേടാൻ പറ്റില്ല. പാവപ്പെട്ടവരെ ഈ പേരും പറഞ്ഞ് അതിന് മതത്തിൻ്റെ ഒരു കളറും കൊടുത്ത് തകർത്ത് അവരുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും എല്ലാം അവസാനം വരുത്തിച്ച് ഒരു ആരെങ്കിലും കൊടുക്കുന്ന സഹായം കൊണ്ട്
ജീവിച്ച് മതിയാവോളം സന്തോഷിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ തീവ്രവാദികൾ ചെയ്യുന്നത് പാവം പിടിച്ച മനുഷ്യരെയാണ് കൊല്ലാക്കൊല ചെയ്യുന്നത്. ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കുക. ഒന്ന് മനസ്സിലാക്കുക, ഇനിയെങ്കിലും ഹമാസിനെ പാലസ്തീനിൽ നിന്നും അകറ്റാനും അവരെ സമാധാന മാർഗത്തിലൂടെ നയിക്കാനും അറബ് രാജ്യങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സഹായമാണ് ഈ ഹമാസിനെ ഇത്ര മോശമായ രീതിയിൽ, പൈശാചികമായ രീതിയിൽ ഏത് ജനങ്ങളോടും പെരുമാറാൻ കഴിയുന്നത്. ഹമാസ് ഇസ്രയേലിനോടല്ല യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഹമാസ് തകർക്കുന്നത് പാവം പിടിച്ച പാലസ്തീൻ ജനതകളോടാണ്. ആ പാലസ്തീൻ ജനതകളെങ്കിലും ഇനിയെങ്കിലും മനസ്സിലാക്കുക. അള്ളാഹു അക്ബർ എന്നൊരു പേരും പറഞ്ഞ് അതിനെക്കുറിച്ച് വർഗീയ കളറും കൊടുത്ത് എല്ലാ കാലവും നമ്മളെല്ലാവരെയും മഠേരാക്കാമെന്ന് വിചാരിക്കുന്ന മൂഢവിചാരം ഇനിയെങ്കിലും ഹമാസിൽ നിന്ന് മാറട്ടെ. ഹമാസിന് വേണ്ട പ്രചോദനം കൊടുക്കുന്നവർ മനസ്സിലാക്കട്ടെ. അറബ് രാജ്യങ്ങൾക്ക് പുതിയൊരു ദിശാബോധം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. എല്ലാം സമാധാനത്തിൽ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.